ലോഗോസ് ക്വിസ് 2025 ചോദ്യവും ഉത്തരവും എന്ന വീഡിയോയിലേക്ക് പ്രിയ സഹോദരി സാരന്മാർക്ക് സ്വാഗതം. ഇന്ന് വിശുദ്ധ ലൂക്കാ സുവിശേഷം 23ഉം 24ഉം അധ്യായത്തിലെ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. 23ഉം 24ഉം അധ്യായത്തിൽ വിശുദ്ധ ലൂക്ക യേശുവിനെ വിധിക്കുന്നു, യേശുവിനെ കുരിശിൽ തറയ്ക്കുന്നു, യേശുവിനെ സംസ്കരിക്കുന്നു, യേശുവിന്റെ പുനരുത്ഥാനം, എമ്മാവസിലേക്ക് പോയ ശിഷ്യന്മാർ, യേശുവിന്റെ സ്വർഗാരോഹണം എന്നീ ഭാഗങ്ങളാണ് വിവരിക്കുന്നത്. അധ്യായം 23. ചോദ്യം 1. വിശുദ്ധ ലൂക്കായുടെ 23 അധ്യായത്തിലെ ആദ്യ തലക്കെട്ട്. ഉത്തരം പീലാത്തോസിന്റെ മുമ്പിൽ. ചോദ്യം 2. ന്യായാധിപ സംഘത്തിന്റെ മുമ്പാകെയുള്ള വിചാരണ അനന്തരം പീലാത്തോസിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരപ്പെട്ട യേശുവിന്റെ മേൽ അവർ ചുമത്താൻ തുടങ്ങിയതെന്താണ്? ഉത്തരം കുറ്റം. ചോദ്യം 3. ഈ മനുഷ്യൻ ജനത്തെ വഴിതെറ്റിച്ച് സീസറിന് നികുതി കൊടുക്കുന്നത് നിരോധിക്കുകയും ആരാണെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നതായി തങ്ങൾ കണ്ടിരിക്കുന്നുവെന്ന് ന്യായാധിപ സംഘം പീലാത്തോസിനെ അറിയിക്കുന്നത്. ഉത്തരം രാജാവായ ക്രിസ്തു. ചോദ്യം 4. നീ യഹൂദരുടെ രാജാവാണോ എന്ന പീലാത്തോസിന്റെ ചോദ്യത്തിന് യേശുവിന്റെ മറുപടി. ഉത്തരം നീ തന്നെ പറയുന്നുവല്ലോ. ചോദ്യം 5. ഞാൻ ഈ മനുഷ്യനിൽ ഒരു കുറ്റവും കാണുന്നില്ലെന്ന് പീലാത്തോസ് അറിയിച്ചപ്പോൾ പുരോഹിത പ്രമുഖന്മാരും ജനക്കൂട്ടവും നിർബന്ധപൂർവ്വം യേശുവിന്റെ മേൽ ചുമത്തിയ കുറ്റം എന്തായിരുന്നു? ഉത്തരം ഗലീലി മുതൽ ഇവിടെ വരെയും യൂദായിലെയും എങ്ങും പഠിപ്പിച്ചുകൊണ്ട് ജനത്തെ ഇളക്കി വിടുന്നു. ചോദ്യം 6. യേശു ഗലീലിയക്കാരനാണോ എന്ന് ചോദിക്കുന്ന പീലാത്തോസ് യേശു ആരുടെ അധികാരത്തിൽപ്പെട്ടവനാണെന്നാണ് മനസ്സിലാക്കുന്നത്? ഉത്തരം ഹെറോദേസ്. ചോദ്യം 7. ജെറുസലേമിൽ ഉണ്ടായിരുന്ന ഹെറോദേസ് ആരെ കണ്ടപ്പോഴാണ് അത്യധികം സന്തോഷിച്ചത്? ഉത്തരം യേശുവിനെ. ചോദ്യം 8. വിചാരണ വേളയിൽ യേശു ഏത് ഭരണാധികാരിയുടെ ചോദ്യങ്ങൾക്കാണ് ഉത്തരം പറയാത്തത്? ഉത്തരം ഹെറോദേസിന്റെ. ചോദ്യം 9. യേശുവിനോട് നിന്ദ്യമായി പെരുമാറിയ അധിക്ഷേപിച്ച പകിട്ടേറിയ വസ്ത്രം ധരിച്ച ഹെറോദേസ് അവിടുത്തെ ആരുടെ അടുത്തേക്കാണ് തിരിച്ചയച്ചത്? ഉത്തരം പീലാത്തോസിന്റെ. ചോദ്യം 10. ലൂക്കായുടെ 21 അധ്യായത്തിലെ രണ്ടാമത്തെ തലക്കെട്ട്. ഉത്തരം ഹെറോദേസിന്റെ മുൻപിൽ. ചോദ്യം 11. വിചാരണയ്ക്കായി വീണ്ടും തന്റെ പക്കലേക്ക് യേശു എത്തിയപ്പോൾ പീലാത്തോസ് ഒന്നിച്ചു കൂട്ടിയത് ആരെയാണ്? ഉത്തരം പുരോഹിത പ്രമുഖന്മാരെയും നേതാക്കന്മാരെയും ജനത്തെയും. ചോദ്യം 12. യേശുവിൽ ഒരു കുറ്റവും കാണുന്നില്ലെന്ന് പീലാത്തോസ് ആവർത്തിക്കുന്ന ലൂക്കാ സുവിശേഷത്തിലെ അധ്യായവാക്യങ്ങൾ. ഉത്തരം 23 അധ്യായം 4 വാക്യവും 14 വാക്യവും. ചോദ്യം 13. മരണശിക്ഷ അർഹിക്കുന്ന ഒരു കുറ്റവും യേശു ചെയ്തിട്ടില്ലാത്തതിനാൽ യേശുവിനെ എന്തു ചെയ്ത ശേഷം വിട്ടയക്കണമെന്നാണ് പീലാത്തോസ് അറിയിക്കുന്നത്? ഉത്തരം ചമ്മട്ടി കൊണ്ട് അടുപ്പിച്ച്. ചോദ്യം 14. മരണശിക്ഷ അർഹിക്കുന്ന കുറ്റമൊന്നും കാണാത്തതിനാൽ യേശുവിനെ വിട്ടയക്കാനുള്ള പീലാത്തോസിന്റെ തീരുമാനത്തിനെതിരെ പുരോഹിത പ്രമുഖന്മാരും നേതാക്കന്മാരും ജനവും ഏകസ്വരത്തിൽ ആരെ വിട്ടുതരണമെന്നാണ് ആക്രോശിക്കുക? ഉത്തരം ബറാബാസിനെ. ചോദ്യം 15. യേശുവിനെ വിട്ടയക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പീലാത്തോസ് ഒരിക്കൽ കൂടി പുരോഹിത പ്രമുഖന്മാരോടും നേതാക്കന്മാരോടും ജനത്തോടും സംസാരിച്ചപ്പോൾ അവർ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? ഉത്തരം ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക. ചോദ്യം 16. അവൻ എന്ത് തിന്മ പ്രവർത്തിച്ചുവെന്ന് ചോദിച്ചുകൊണ്ട് പീലാത്തോസ് യേശുവിൽ കണ്ടില്ലെന്ന് വീണ്ടും ആവർത്തിച്ചു പറയുന്നത് എന്താണ്? ഉത്തരം വധശിക്ഷ അർഹിക്കുന്ന ഒരു കുറ്റവും. ചോദ്യം 17. പുരോഹിത പ്രമുഖന്മാർ, നേതാക്കന്മാർ, ജനം എന്നിവർ ആവശ്യപ്പെട്ട മനുഷ്യനെ വിട്ടയച്ച പീലാത്തോസ് യേശുവിനോട് ചെയ്തത് എന്താണ്? ഉത്തരം അവരുടെ ഇംഗിതത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. ചോദ്യം 18. പുരോഹിത പ്രമുഖന്മാർ, നേതാക്കന്മാർ, ജനം എന്നിവർ യേശുവിനെ കൊണ്ടുപോകുമ്പോൾ നാട്ടിൻ പുറത്തു നിന്ന് ആ വഴി വന്നതാരായിരുന്നു? ഉത്തരം ശെമയോൻ. ചോദ്യം 19. കരയുകയും മുറവിളി കൂട്ടുകയും ചെയ്തുകൊണ്ട് യേശുവിന്റെ പിന്നാലെ പോയതാരെന്നാണ് ലൂക്ക രേഖപ്പെടുത്തുന്നത്? ഉത്തരം സ്ത്രീകളുടെ ഒരു സമൂഹം. ചോദ്യം 20. കരയുകയും മുറവിളി കൂട്ടുകയും ചെയ്തുകൊണ്ട് തന്റെ പിന്നാലെ വന്ന സ്ത്രീകളുടെ സമൂഹത്തെ യേശു സംബോധന ചെയ്തത് എപ്രകാരമാണ്? ഉത്തരം ജെറുസലേം പുത്രിമാരെ. ചോദ്യം 21. ജെറുസലേം പുത്രിമാരെ ആശ്വസിപ്പിക്കുന്ന യേശു അവരോട് അവസാനമായി പറയുന്നത്? ഉത്തരം പച്ചത്തടിയോടെ ഇവർ ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ ഉണങ്ങിയതിന് എന്ത് സംഭവിക്കും? ചോദ്യം 22. തലയോട് എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്ത് യേശുവിനോടൊപ്പം 2 കുറ്റവാളികളെയും കൂട്ടത്തിൽ തറച്ചത് എപ്രകാരമായിരുന്നു?
ഉത്തരം ഒരുവനെ യേശുവിന്റെ വലതുവശത്തും ഇതരനെ ഇടതുവശത്തും. ചോദ്യം 23. യേശുവിന്റെ കുരിശിൽ തറച്ച ശേഷം അവിടുത്തെ വസ്ത്രങ്ങൾ ഭാഗിച്ചെടുക്കാൻ കുറിയിട്ടപ്പോൾ നോക്കി നിന്നത് ആരെന്നാണ് ലൂക്ക രേഖപ്പെടുത്തുന്നത്? ഉത്തരം ജനം. ചോദ്യം 24. പ്രമാണികളുടെ പരിഹാസത്തിന് ശേഷം യേശുവിനെ പരിഹസിക്കുന്നതാര്? ഉത്തരം പടയാളികൾ. ചോദ്യം 25. പടയാളികൾ വിനാഗിരി കൊടുത്ത് യേശുവിനെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞത് എന്താണ്? ഉത്തരം നീ യഹൂദരുടെ രാജാവാണെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കുക. ചോദ്യം 26. കുരിശിൽ തൂക്കപ്പെട്ടിരുന്ന കുറ്റവാളികളിൽ ഒരുവൻ യേശുവിനെ ദുഷിച്ചു പറഞ്ഞത് എന്താണ്? ഉത്തരം നീ ക്രിസ്തുവല്ലേ, നിന്നെയും ഞങ്ങളെയും രക്ഷിക്കുക. ചോദ്യം 27. യേശുവിനെ ദുഷിച്ച കുരിശിൽ തൂക്കപ്പെട്ടിരുന്ന കുറ്റവാളികളിൽ ഒരുവനെ ശകാരിച്ചുകൊണ്ട് അപരൻ അവനോട് ചോദിക്കുന്നത്? ഉത്തരം നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലേ. ചോദ്യം 28. യേശുവിൽ ഒരു കുറ്റവും കാണാത്ത കുരിശിൽ തൂക്കപ്പെട്ടിരുന്ന കുറ്റവാളികളിൽ അപരന്റെ അവിടുത്തോടുള്ള യാചന എന്തായിരുന്നു? ഉത്തരം യേശുവെ, നീ നിന്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ. ചോദ്യം 29. യേശുവെ, നീ നിന്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ എന്ന കുരിശിൽ തൂക്കപ്പെട്ടിരുന്ന കുറ്റവാളികളിൽ അപരന്റെ പ്രാർത്ഥനയ്ക്ക് യേശുവിന്റെ പ്രത്യുത്തരം എന്തായിരുന്നു? ഉത്തരം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നീ ഇന്ന് എന്നോടുകൂടെ പർദീസയിലായിരിക്കും. ചോദ്യം 30. സൂര്യൻ ഇരുളുകയും ഭൂമി മുഴുവൻ അന്ധകാരം വ്യാപിക്കുകയും ദേവാലയത്തിലെ തിരശ്ശീല നടുവെ കീറുകയും ചെയ്ത സംഭവമെല്ലാം കണ്ടു നിന്നത് ആരെന്നാണ് ലൂക്ക എഴുതുന്നത്? ഉത്തരം ശതാധിപൻ. ചോദ്യം 31. യേശുവിന്റെ മരണവും അതുമായി ബന്ധപ്പെട്ടുള്ള സംഭവമെല്ലാം കണ്ട് മാർത്തടിച്ചുകൊണ്ട് തിരിച്ചുപോയത് ആരാണ്? ഉത്തരം കാഴ്ച കാണാൻ കൂടിയിരുന്ന ജനക്കൂട്ടം. ചോദ്യം 32. യഹൂദയുടെ ഒരു പട്ടണമായ അരിമത്യായിൽ നിന്നുള്ളവനെന്ന് ലൂക്ക പറയുന്നത് ആരെയാണ്? ഉത്തരം ജോസഫ്. ചോദ്യം 33. ആലോചനാ സംഘത്തിലെ അംഗവും നല്ലവനും നീതിമാനും അരിമത്യക്കാരനുമായ ജോസഫ് പ്രതീക്ഷിച്ചിരുന്നത് എന്താണ്? ഉത്തരം ദൈവരാജ്യം. ചോദ്യം 34. യേശുവിനെ സംസ്കരിച്ച കല്ലറ കണ്ട ശേഷം തിരിച്ചു ചെന്ന് സുഗന്ധദ്രവ്യങ്ങളും ലേപന വസ്തുക്കളും തയ്യാറാക്കിയ സ്ത്രീകൾ തുടർന്ന് ചെയ്തത് എന്താണ്? ഉത്തരം സാബത്തിൽ നിയമാനുസൃതം വിശ്രമിച്ചു. ചോദ്യം 35. ലൂക്ക സുവിശേഷത്തിലെ 23-ാം അധ്യായത്തിൽ സൂചിപ്പിക്കപ്പെടുന്ന വ്യക്തികൾ? ഉത്തരം പീലാത്തോസ്, സീസർ, ഹെറോദേസ്, ബറാബാസ്, ഷിമിയോൻ, കുറ്റവാളികളായ 2 പേർ, ശതാധിപൻ, ജോസഫ്. അധ്യായം 24. ചോദ്യം 36. ആഴ്ചയുടെ ആദ്യ ദിവസം അതിരാവിലെ തയ്യാറാക്കി വെച്ചിരുന്ന സുഗന്ധദ്രവ്യങ്ങളുമായി കല്ലറയുടെ അടുത്തേക്ക് പോയ സ്ത്രീകൾ കണ്ടത് എന്താണ്? ഉത്തരം കല്ലറയിൽ നിന്ന് കല്ല് ഉരുട്ടു മാറ്റിയിരിക്കുന്നതായി. ചോദ്യം 37. കർത്താവായ യേശുവിന്റെ ശരീരം കല്ലറയിൽ കാണാത്തതിനെ കുറിച്ച് സ്ത്രീകൾ അമ്പരന്ന് നിൽക്കവേ അവർക്ക് പ്രത്യക്ഷപ്പെട്ടത് ആരാണ്? ഉത്തരം തിളങ്ങുന്ന വസ്ത്രങ്ങൾ ധരിച്ച 2 പേർ. ചോദ്യം 38. തിളങ്ങുന്ന വസ്ത്രങ്ങൾ ധരിച്ച 2 പേർ യേശുവിന്റെ കല്ലറയിൽ എത്തിയ സ്ത്രീകൾക്ക് പ്രത്യക്ഷപ്പെട്ട് അവർക്ക് നൽകിയ സന്ദേശത്തിൽ ആദ്യത്തേത്? ഉത്തരം ജീവിച്ചിരിക്കുന്നവനെ നിങ്ങൾ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്തിന്? ചോദ്യം 39. ജീവിച്ചിരിക്കുന്നവനെ നിങ്ങൾ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്തിനെന്ന് ചോദിച്ച ശേഷം തിളങ്ങുന്ന വസ്ത്രങ്ങൾ ധരിച്ച 2 പേർ യേശുവിന് സംഭവിച്ചതായി സ്ത്രീകളെ അറിയിക്കുന്നത്? ഉത്തരം അവൻ ഇവിടെയില്ല, ഉയർപ്പിക്കപ്പെട്ടു. ചോദ്യം 40. യേശു ഉയർപ്പിക്കപ്പെട്ടെന്ന സന്ദേശം കല്ലറയിങ്കൽ നിന്ന് തിരിച്ചു എന്ന് സ്ത്രീകൾ അറിയിച്ചത് ആരെയാണ്? ഉത്തരം 11 പേരെയും മറ്റെല്ലാവരെയും. ചോദ്യം 41. യേശു ഉയർപ്പിക്കപ്പെട്ടെന്ന സന്ദേശം സ്ത്രീകളിൽ നിന്ന് കേട്ട അപ്പസ്തോലന്മാർക്ക് അവരുടെ വാക്കുകൾ തോന്നിയത് എന്തുപോലെയാണ്? ഉത്തരം കെട്ടുകഥ പോലെ. ചോദ്യം 42. യേശു ഉയർപ്പിക്കപ്പെട്ടെന്ന സ്ത്രീകളുടെ വാക്ക് കേട്ട് കല്ലറയിലേക്ക് ഓടിയ പത്രോസ് കുനിഞ്ഞ് അകത്തേക്ക് നോക്കിയപ്പോൾ കണ്ടത് എന്തായിരുന്നു? ഉത്തരം യേശുവിനെ പൊതിഞ്ഞിരുന്ന തുണികൾ തനിയെ കിടക്കുന്നത്. ചോദ്യം 43. ലൂക്കായുടെ സുവിശേഷത്തിലെ 27-ാം അധ്യായത്തിൽ 2-ാമത്തെ തലക്കെട്ട്? ഉത്തരം എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ. ചോദ്യം 44. ജെറുസലേമിൽ നിന്ന് എമ്മാവൂസിലേക്ക് പോവുകയായിരുന്ന ശിഷ്യന്മാരിൽ 2 പേർ യേശുവിനെ കുറിച്ച് സംസാരിക്കുകയും വാദിക്കുകയും ചെയ്തു കൊണ്ടുപോകുമ്പോൾ അവരോടൊപ്പം യാത്ര ചെയ്തത് ആരായിരുന്നു? ഉത്തരം യേശു. ചോദ്യം 45. ജെറുസലേമിൽ നിന്ന് എമ്മാവൂസിലേക്ക് പോവുകയായിരുന്ന 2 പേര് ശിഷ്യന്മാരിൽ ഒരാൾ ആരെന്നാണ് ലൂക്ക പറയുക?
ഉത്തരം ക്ലെയോഫാസ്. ചോദ്യം 46. ഈ ദിവസങ്ങളിൽ ജെറുസലേമിൽ നടന്ന സംഭവമൊന്നും അറിയാത്ത അപരിചിതനാണോ നീ എന്ന് യേശുവിനോട് ചോദിക്കുന്നത് ആര്? ഉത്തരം ക്ലെയോഫാസ്. ചോദ്യം 47. ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പിൽ വാക്കിലും പ്രവൃത്തിയിലും ശക്തനായ പ്രവാചകനായിരുന്ന നസ്രായനായ യേശുവിനെ തങ്ങളുടെ പുരോഹിത പ്രമുഖന്മാരും നേതാക്കളും ചെയ്തതെന്തെന്നാണ് ക്ലെയോഫാസ് പറയുക? ഉത്തരം മരണവിധിക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ക്രൂശിക്കുകയും ചെയ്തു. ചോദ്യം 48. ഇസ്രായേലിനെ മോചിപ്പിക്കാനുള്ളവനെന്ന് തങ്ങളെല്ലാം പ്രതീക്ഷിച്ചിരുന്ന നസ്രായനായ യേശുവിനെ ക്രൂശിച്ചിട്ട് 3-ാം ദിവസമായ ഇന്ന് ആര് തങ്ങളെ വിസ്മയിപ്പിച്ചുവെന്നാണ് ക്ലെയോഫാസ് സൂചിപ്പിക്കുക? ഉത്തരം തങ്ങളുടെ കൂട്ടത്തിലുള്ള ചില സ്ത്രീകൾ. ചോദ്യം 49. തങ്ങളുടെ കൂട്ടത്തിലുള്ള ചില സ്ത്രീകൾ തങ്ങൾക്ക് ദൂതന്മാരുടെ ദർശനമുണ്ടായെന്നും യേശു ജീവിച്ചിരിക്കുന്നുവെന്നും അറിയിച്ചതിനെ തുടർന്ന് കല്ലറയെങ്കിൽ പോയത് ആരെന്നാണ് ക്ലെയോഫാസ് പറയുന്നത്? ഉത്തരം തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവരിൽ ചിലർ. ചോദ്യം 50. ജെറുസലേമിൽ നിന്ന് എമ്മാവൂസിലേക്ക് പോവുകയായിരുന്ന 2 ശിഷ്യന്മാരെ ഉയർത്തെഴുന്നേറ്റ യേശു അഭിസംബോധന ചെയ്യുന്നത് എപ്രകാരമാണ്? ഉത്തരം ഭോഷന്മാരെ, ഹൃദയം മന്ദീഭവിച്ചവരെ. ചോദ്യം 51. പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചവരും ഭോഷന്മാരുമായ ശിഷ്യന്മാരോട് യേശു ഉന്നയിക്കുന്ന ചോദ്യം. ഉത്തരം ക്രിസ്തു ഇതെല്ലാം സഹിച്ച മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ? ചോദ്യം 52. എമ്മാവൂസ് ഗ്രാമത്തോടടുത്ത 2 ശിഷ്യന്മാർ അപരിചിതനായി കൂടെയുള്ള യാത്ര തുടരുകയാണെന്ന് ഭാവിച്ച യേശുവിനെ തങ്ങളുടെ കൂടെ താമസിക്കണമെന്ന് നിർബന്ധിച്ച് പറയുന്നത് എന്തിനാണ്? ഉത്തരം നേരം വൈകി പകൽ അസ്തമിക്കാറായതിനാൽ. ചോദ്യം 53. വഴിയിൽ വെച്ച യേശു എന്ത് വിശദീകരിച്ചുകൊണ്ട് നമ്മോട് സംസാരിച്ചപ്പോഴാണ് നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ എന്ന് എമ്മാവൂസിലേക്ക് യാത്ര ചെയ്ത 2 ശിഷ്യന്മാർ പരസ്പരം പറയുന്നത്? ഉത്തരം വിശുദ്ധ ലിഖിതം. ചോദ്യം 54. എമ്മാവൂസിലേക്ക് ഉള്ള യാത്രക്കിടയിൽ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ തിരിച്ചറിഞ്ഞ 2 ശിഷ്യന്മാർ ജെറുസലേമിലേക്ക് തിരിച്ചു പോയപ്പോൾ കണ്ടതാരെയാണ്? ഉത്തരം അവിടെ കൂടിയിരുന്ന 11 പേരും അവരോടൊപ്പം ഉണ്ടായിരുന്നവരെയും. ചോദ്യം 55. യേശു 11 പേർക്കും അവരോടൊപ്പം ഉണ്ടായിരുന്നവർക്കും മധ്യ പ്രത്യക്ഷപ്പെട്ട് നിങ്ങൾക്ക് സമാധാനം എന്നരുളി ചെയ്തപ്പോൾ അവർ ഭയന്ന് വിറച്ച് ആരെ കാണുന്നുവെന്നാണ് വിചാരിച്ചത്? ഉത്തരം ഭൂതത്തെ. ചോദ്യം 56. ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കണ്ടപ്പോൾ ഭൂതത്തെയാണ് കാണുന്നതെന്ന് വിചാരിച്ച് ശിഷ്യന്മാരോട് നിങ്ങൾ അസ്വസ്ഥരാകുന്നത് എന്തിനെന്ന് ചോദിച്ച യേശു തുടർന്ന് ചോദിച്ചത് എന്താണ്? ഉത്തരം നിങ്ങളുടെ മനസ്സിൽ ചോദ്യങ്ങൾ ഉയരുന്നതും എന്തിന്? ചോദ്യം 57. ശിഷ്യർ അസ്വസ്ഥരാകുന്നത് എന്തിനെന്നും അവരുടെ മനസ്സിൽ ചോദ്യങ്ങൾ ഉയരുന്നത് എന്തിനെന്നും ചോദിക്കുന്ന ഉയർത്തെഴുന്നേറ്റ യേശുനാഥൻ ഇത് താൻ തന്നെയാണെന്ന് എന്തുകണ്ട് മനസ്സിലാക്കാനാണ് അവരോട് ആവശ്യപ്പെടുന്നത്? ഉത്തരം തൻ്റെ കൈകളും കാലുകളും കണ്ട്. ചോദ്യം 58. താൻ ഭൂതമല്ലെന്ന് ശിഷ്യന്മാരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്ന ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ആരുടെ നിയമത്തിൽ തന്നെക്കുറിച്ച് എഴുതപ്പെട്ടിരുന്നെല്ലാം പൂർത്തിയാകേണ്ടിയിരിക്കുന്നുവെന്നാണ് അവരോട് പറയുക? ഉത്തരം മോശയുടെ. ചോദ്യം 59. മോശയുടെ നിയമത്തിലും മറ്റെന്തിലുമാണ് തന്നെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം പൂർത്തിയാകേണ്ടിയിരിക്കുന്നുവെന്ന് താൻ ശിഷ്യരോടുകൂടി ആയിരുന്നപ്പോൾ പറഞ്ഞ കാര്യം ഉയർത്തെഴുന്നേറ്റ ശേഷം യേശു ശിഷ്യരെ ഓർമ്മിപ്പിക്കുന്നത്? ഉത്തരം പ്രവാചകന്മാരിലും സങ്കീർത്തനങ്ങളിലും. ചോദ്യം 60. ക്രിസ്തു സഹിക്കുകയും 3-ാം ദിവസം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യണമെന്ന് പറയുന്ന യേശു തൻ്റെ നാമത്തിൽ എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നുവെന്ന് പ്രഖ്യാപിക്കുന്നത് എന്താണ്? ഉത്തരം പാപമോചനത്തിനുള്ള അനുതാപം. ചോദ്യം 61. ഉയർത്തെഴുന്നേറ്റ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട യേശു അവരുടെ മേൽ അയക്കുന്നതായി പറയുന്നത് എന്ത്? ഉത്തരം പിതാവിൻ്റെ വാഗ്ദാനം. ചോദ്യം 62. ലൂക്കാ സുവിശേഷത്തിലെ അവസാന തലക്കെട്ട്? ഉത്തരം യേശുവിൻ്റെ സ്വർഗാരോഹണം. ചോദ്യം 63. ശിഷ്യന്മാരെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കെ അവരിൽ നിന്ന് മറിഞ്ഞ് സ്വർഗത്തിലേക്ക് സംഭവിക്കപ്പെട്ട കർത്താവായ യേശുവിനെ ആരാധിച്ചുകൊണ്ട് അത്യന്തം ആനന്ദത്തോടെ ശിഷ്യന്മാർ മടങ്ങിയത് എവിടേക്കാണ്? ഉത്തരം ജെറുസലേമിലേക്ക്. ചോദ്യം 64. സ്വർഗത്തിലേക്ക് സമർപ്പിക്കപ്പെട്ട കർത്താവായ യേശുവിനെ ആരാധിച്ചുകൊണ്ട് അത്യന്തം ആനന്ദത്തോടെ ജെറുസലേമിലേക്ക് മടങ്ങിയ ശിഷ്യന്മാർ സദാസമയം കഴിഞ്ഞുകൂടിയത് എവിടെയാണ്? ഉത്തരം ദേവാലയത്തിൽ. ചോദ്യം 65. ലൂക്കാ സുവിശേഷത്തിലെ 24-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 53. താങ്ക് യു.